നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് ഇമ്പോസ്റ്റർ ചാലഞ്ച്. ഇന്നത്തെ വീഡിയോ ഇമ്പോസ്റ്റർ ചാലഞ്ച് ആണ്. അപ്പം ഇന്ന് ഞാൻ മാത്രമല്ല കൂടെ ഉള്ളത്, നമ്മുടെ കസിൻസ് വെൽക്കം ഓൺ ദി സ്റ്റേജ്. അപ്പം ദിരാന്ത്യ ഉണ്ട്, അവർ രണ്ടുപേരും കൂടെ കളിക്കാൻ. എന്നിട്ട് 6 റൗണ്ടാണ് ഇമ്പോസ്റ്റർ ചാലഞ്ച്. 6 റൗണ്ട് ഉണ്ട്. ഇത് 1 2 3 4 5 6 ലോട്ടുണ്ട്. 6 ലോട്ടിൽ നമ്മൾ ഒരെണ്ണം തിരഞ്ഞെടുത്ത് അതിൽ ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ക്യാമറ കൊണ്ടേ കാണിക്കും. ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് സ്കൂളൊക്കെ മാറ്റി വയ്ക്കുക. നിങ്ങൾ കളക്കളത്തിൽ കാണിക്കില്ല, അവിടെ ഉണ്ട്. ഫ്ലോർ വായിച്ചാണ് എല്ലാവരും കാണുന്നില്ല. ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പൊ ബുക്കിനൊക്കെ ബുക്ക് പൊതിയുമ്പോ ചിലപ്പോ കൈ മുറിയും അടിച്ചിട്ട്. പല ഷേപ്പിലാണ്. ഇത് എന്താ കൂടുതൽ ഇതിനകത്ത് നമ്മൾ അതിൻ്റെ അകത്തുള്ള സാധനം തീരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ലോഡ് ചെയ്യണം. അത് ഇരുമ്പാണ്. ഇതിന്റെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ വേറെ വരുന്നത്. ബാക്കിയെല്ലാം സ്റ്റീൽ കളർ. ഇപ്പൊ എന്തായാലും ഗ്ലൂയ്ക്കും പകരം ഇത് വേണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലൂയ്ക്കും പകരം ഇങ്ങനെ ഒട്ടിക്കാൻ മീൻസ് ഇതാക്കാൻ പറ്റും. അതിൽ പിന്നുണ്ട്. പിന്നിടണം, അങ്ങനെ അത് ഓടത്തുള്ളൂ. വലിയതുണ്ട്, കുഞ്ഞതുണ്ട്. സ്പെല്ലിംഗ് മനസ്സിലാക്കോ? സ്റ്റാർ പ്ലെയറിന്റെ സ്പെല്ലിംഗ് STARPLAIR. സ്റ്റാർ പ്ലെയർ പക്ഷെ സ്റ്റെയർ പ്ലെയർ എന്നായി ഗൈസ്. സ്റ്റാർ പ്ലെയർ ഐസ് നമ്മുടെ കസിൻസ് ആണ്. എന്താ ഐസ് നമ്മുടെ കസിന് വന്നെയാ. ചുമ്മാ കസിൻ പായപ്പോട്ടൊക്കെ വരും. അത് സീരിയസ് ആണ്. കുട്ടിയിട് നമ്മള് വീഡിയോ എടുക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര പുച്ചാണ്. ഭയങ്കര സൗണ്ട് ഒക്കെ നമ്മുടെ വീഡിയോ ഭയങ്കര ഉച്ച കഴിച്ചു. ഞങ്ങളുടെ വീഡിയോ എടുക്കുമ്പോ ഇടയ്ക്കോട്ട് എന്തെങ്കിലും പറയുന്നത് ഫിയാപ്പി അല്ല. ഫിയാപ്പി കൊണ്ട് എന്റെ കസിൻ നമുക്കപ്പോ ഗെയിമിലോട്ട് വരാം. ഗെയിമിലോട്ട് വരാം. സ്റ്റാർ പ്ലേയുടെ സ്പെല്ലിംഗ് STR. ഉള്ളൂ. കളിയോട്ട് പോവാം. സെക്കൻഡ് ചെയ്യാൻ കുറച്ച് ഫ്ലാഷ് ബാക്ക് ആണ് ഇപ്പൊ അഫാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഞാൻ പതുക്കെ പറയണം. ഇത് എന്ത് കളിച്ചിട്ടുണ്ട്? ഓക്കെ കൊറേ യൂസ്ഫുൾ ആണ്. അത് യൂസ്ഫുൾ ആണ് കൊറേ. വലിയതുണ്ട്, കുഞ്ഞതുണ്ട്. different shades of them.
അത് നൂലായിട്ടാണ്. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അതെന്റെ കസിനാണ്. ഇറിറ്റേഷൻ പല രീതിയിൽ ഇത് എന്താ ഇത് ഈസി ആണെങ്കിലും ഉണ്ടാക്കാൻ ഈസി ആണെങ്കിലും ഇത് സെയിൽ ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് കഴിക്കാനല്ലാത്ത വേറെ എന്തോ അത് വെച്ച് ഉണ്ടാക്കാം. ഓക്കെ വലിയത് കൊണ്ടത് തട്ടിയുള്ളത് കൊണ്ടത് തട്ടിയില്ലാത്തത് കൊണ്ട് ഇതിന്റെ കൂടെ ഹുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കറക്കളം അഫല അറക്കളം പീടിയുടെ മോൻ അറക്കളം പായ. എന്ത് കാണിക്കുന്ന അവിടെ പെയ്യ എവിടെയും നമ്മള് വെച്ചെടുത്തു. ഞാനാണോ പൊട്ടുന്ന ഫോണാണോ? എന്താണ് സംഭവം? അത് ഒന്ന് പറഞ്ഞുതരുമോ? അപ്പാണ് ചിരിക്കാണോ? പോയി വാ ശല്യപ്പെടുത്തു വയസ്സ് വാ. ഭയങ്കര ഇറിറ്റേഷൻ ആണ്. ഓക്കെ ഞാനല്ലേ അതില് നമുക്ക് എല്ലാം എല്ലായിടത്തുള്ള എല്ലാം കാര്യങ്ങളും മനസ്സിലാവും. എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാവും. ഇത് രാവിലെ നമുക്ക് ഇട്ട് തരും. ചിലർ സൈക്കിളിലും കൊണ്ടുവരും, ചിലർ സൈക്കിളിലും എറിയും. അത് മുതിർന്ന ഈ പ്രായമായവരൊക്കെ രാവിലെ അത് പല്ല് വെച്ചിട്ട് അതാ എടുക്കുന്നത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിന്റെ അകത്ത് എന്താ മറ്റേ ഇപ്പം ഫുള്ള് സ്നേക്ക് ആണല്ലോ, പാമ്പാണല്ലോ. അതും വെച്ച് നമുക്ക് കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് എല്ലാ സമയത്തും അത് വായിക്കും. എനിക്ക് പോയി ഞാൻ ജയിച്ചേ. ഉദ്ദേശിച്ച കാര്യം മാറിപ്പോയി. ഫസ്റ്റ് റൗണ്ട് അറിയിച്ച് സെക്കൻഡ് ഇമ്പോസ്റ്ററും റൂംമേറ്റ്സും അല്ലേ? നീ ജയിച്ചില്ലായിരുന്നോ? ഫസ്റ്റ് റൗണ്ട് ഇവിടെ തോറ്റി, സെക്കൻഡ് റൗണ്ട് ഞാൻ ജയിച്ചു, തേർഡ് റൗണ്ട് ഇവിടെ ജയിച്ചു. ഞാനാ നീ ഞാൻ പോകും. ഇതില്ലാതെ ഇപ്പം ഈ കാലത്ത് അത് കിട്ടല് കുറവാണ്. കിട്ടിയാൽ കിട്ടി, പിന്നെ അതും വെച്ച് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതില് ഭയങ്കര നമുക്ക് തീ കൂട്ടാം, കുറയ്ക്കാം, എന്താ ചെയ്യാം. റെഡ് കളറാണ്.
ഓക്കെ ബ്രെഡ് ആണല്ലോ. ഇപ്പം ചിലവര് അത് കിട്ടാൻ വഴിയില്ലാതെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം തന്നെ സെറ്റ് ആയിട്ടുള്ളൂ. വിറക് വെച്ച് വെക്കുന്ന ഈ ചിലതൊക്കെ ലേറ്റ് ആകുമ്പോൾ ചാക്കാം, ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴേ ആവും. അതിന്റെ കുഞ്ഞതും ഉണ്ട് വലിയതും ഉണ്ട്. ഓക്കെ ഇത് ഞാനല്ലേ ഞാനിവിടെ എടി ഇവരൊരു ശല്യമാണ്. നീ പറ. ഇത് ഒന്ന് നമ്മള് അറിയാതെ ഓണാക്കി വെച്ചാൽ പിന്നെ എന്തെങ്കിലും നമ്മൾ തീ കത്തിയാൽ ഫുള്ള് തീ മുഴുവൻ ഇത് തീ മുഴുവൻ പടരും. അങ്ങനത്തെ ഒരു ഡേഞ്ചറാണ്. Okay, the imposter is ആരാ? നീ ആരാ കുട്ടി? പിന്നെ കുട്ടി പറഞ്ഞോ? പിന്നെ എന്നെ ഞാൻ- ആരാണ് imposter? ഞാനാണെങ്കിൽ എന്നെ ഞാനാണ് മെസ്സേജ് പറയുന്നത്. അങ്ങനെ തന്നെ. അത് തോന്നി. ഞാൻ എടുക്കുവാണ് ഇത്. ഞാൻ ഉണ്ട് ഞാൻ എഴുതിയേക്കുന്ന രണ്ടെണ്ണം എനിക്ക് കിട്ടി. ഇല്ല ഞാൻ ഇത് രണ്ടും കിട്ടിയിട്ടില്ല. അത് സ്കൂളിലെ നിർബന്ധമാണ്. ഇത് ഇപ്പം അത് നമുക്ക് തയ്പ്പിക്കുന്നവരും ഉണ്ട്, അല്ലാതെ കടയിലൊക്കെ വാങ്ങുന്നവരും ഉണ്ട്. ഇത് ചെക്ക് ഉള്ളവര് പല സ്കൂളിലും വേറെ വേറെയാണ്. പല സ്കൂളിലും പല പല ഡിസൈനാണ്. പല സ്കൂളിലും പല കളറാണ്. എന്ത് പറയുന്നത് ഇതിപ്പോ തയ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കളർ ഡ്രസ് ഇടാം. നമ്മള് അതിട്ടില്ലെങ്കിൽ നമ്മൾ കളർ ഡ്രസ് ഇട്ടാൽ നമ്മുടെ ക്ലാസ്സിൽ പുറത്താക്കും. ഇമ്പോസ്റ്റോറീസ് ഇത് ബുധനാഴ്ച ദിവസം കളർ ഡ്രസ് ഇടാം. വേറെ സ്കൂളിലാണ്. ചില സ്കൂളില് ഈ കൂടുതലും LP സ്കൂളിലാണ് ഉള്ളത്. UP-യിൽ അധികം കുറവാണ്. ആരാ? ഞാൻ ജയിച്ചു. ഞാൻ അപ്പാനെ പറയുന്നത് ഓർത്തതാ. സത്യമായിട്ടോ? പറയാൻ ഓർത്തതായിരുന്നു. യൂണിഫോം ആയിരുന്നേ. ലാസ്റ്റത്തെയാണ്. ആരെയും അപ്പാനെ ഹാൻഡ് റൈറ്റിംഗ് ഒരു കോഴി ഞാനാണ് കാണിക്കുന്നത്. ഞാനല്ലേ ഇനി നീ എഴുതോ? ഞാനല്ലേ പറഞ്ഞു വരുമ്പോ ലൈറ്റ് കളറും ഉണ്ട് ഡാർക്ക് കളറും ഉണ്ട്. ഇത് ലൈറ്റ് കളറാണ് കൂടുതലുള്ളത്. ഇത് എല്ലാരും അടിക്കുന്ന വൈറ്റാണ്. വൈറ്റ് കളർ. അത് കുഞ്ഞ പാത്രത്തിലുണ്ട് വലിയതിലുണ്ട്. ഇത് ചിലവര് കുക്ക് ചെയ്യുമ്പോൾ അടുത്ത് വെക്കും. ആ സാധനം മീൻസ് ആ ഒരു ഇതില്ലേ പാത്രം. വലിയ പ്രദേശം അടിക്കും, ചെറിയ പ്രദേശം അടിക്കും. ഉരുട്ടിക്കൊണ്ട് വെക്കുന്ന പ്രശ്നത്തിൽ അത് എല്ലാ വീട്ടിലും അടിക്കും. ഇത് എന്താ കൂടുതലും വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ആണ്.
കഴിക്കുമ്പോ ചിലവര് ബ്ലാക്ക് അടിക്കുമ്പോ ഇട്ട് വരുന്നൊക്കെ പറയും. ഭിത്തിയിൽ അടിക്കും. അതിലാണ് കുക്ക് ചെയ്യുമ്പോ ഉപയോഗിക്കുന്നതൊക്കെ. ഞാൻ പെട്ടെന്ന് ഞാൻ ഇമോഷൻ ചിന്തിച്ചു പോയി. ഞാൻ പറയട്ടെ guys, എനിക്ക് തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ച ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ആണ് ആദ്യം വിചാരിച്ചത്. ഇങ്ങനെ ഉണ്ണിയപ്പം അങ്ങനത്തെ എന്തൊക്കെ പെട്ടെന്ന് മനസ്സിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുക്ക് ചെയ്യുമ്പോ പാത്രമൊക്കെ വെക്കുമല്ലോ. എന്നിട്ട് ഇവൻ ബ്രഷിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ഇനി ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ വരണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ